ഈ പി എം നിയാസ് അങ്ങ് വളരെ ഭംഗിയായിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, ഞാൻ ആദ്യമേ തന്നെ പൊളിറ്റിക്കൽ പോയിന്റ് എൻ്റെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൂടുകയും വോട്ട് കുറയുകയും ചെയ്യും. ഇനി പറ, ഞാൻ കേക്കട്ടെ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു മണ്ഡലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും കിട്ടണമെന്നില്ല. പല ഫാക്ടേഴ്സ് അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കും. അത് കറക്റ്റാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് അവിടെ മത്സരത്തിൽ UDFുമായിട്ട് എന്നുള്ള വളരെ ഒരു ക്ലോസ് കോണ്ടെക്സ്റ്റിലാണ് സാധനം നിന്നിരുന്നത്. അപ്പോൾ BJP തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും UDF ചെയ്തിട്ടുണ്ട്. ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ഞാൻ പറഞ്ഞ ആ കോർ മേഖലയിലേക്ക് അങ്ങ് പോകാനോ അതിനെ കട്ട് ചെയ്യാനോ അങ്ങ് ഒരു തവണ പോലും ശ്രമിച്ചില്ല. ഞാൻ കൃത്യമായി മഞ്ചേശ്വരത്ത് SDPI പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, നേമത്ത് അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ SDPI കോൺഗ്രസ് സംയുക്ത സഖ്യം കാണിച്ച അതിക്രമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു, അവർ നടത്തിയ ആഘോഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ആഘോഷം SDPIയുടെ ഭാഗത്തുനിന്നുണ്ടായ ആഘോഷം ആദ്യത്തേതല്ല. ഇതിന് മുമ്പ് 6 മാസം മുമ്പ് തന്നെ കേരളം സാക്ഷ്യം വഹിച്ചതാണ് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അങ്ങ് ആ വിഷയത്തിലേക്കൊന്നും പോയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. പകരം അങ്ങ് വളരെ ഡയറക്റ്റ്ലി കട്ട് ചെയ്തിട്ട് വഖഫ് വിഷയം ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഞങ്ങളല്ല ഉണ്ടാക്കിയത്, ശ്രീ ബാബു പണിക്കരാണ് ആ വിഷയത്തിലേക്ക് പോയത്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കാലോചിതമായിട്ട് വഖഫ് ബില്ല് അമെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2013 അമെൻഡ് ചെയ്തു എന്നാണ്. ഈ കാലോചിതം എന്ന് പറയുന്നത് പുരോഗമനപരമായിട്ടായിരിക്കണം കാലോചിതമായിട്ടുണ്ടാകേണ്ടത്. അല്ലാണ്ട് 2013 എത്തുമ്പോൾ നമുക്ക് 6-ാം നൂറ്റാണ്ടിൻ്റെ കാലോചിതമായിട്ടുള്ള നിയമത്തിന് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാം എന്നല്ലല്ലോ ആരും കരുതുക. 2013 കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് അങ്ങ് പറയുന്നത് കാലോചിതമായിട്ട് അമെൻഡ് ചെയ്തു, നല്ല കാലോചിതമായിട്ട്. ലീഗിന് ഇപ്പോൾ മറ്റൊരു നിലപാടിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും അത് BJP വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നിലപാടെടുക്കുകയും ജനങ്ങൾക്കൊപ്പം BJP നിലയുറപ്പിക്കുകയും ചെയ്തപ്പോൾ ഭയം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മറ്റൊന്നും വിശാല മനസ്കതയൊന്നും അല്ലാതെ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. അത് വഖഫിന്റെ ഭൂമി തന്നെയാണെന്നും പറഞ്ഞാണ് വഖഫ് ബോർഡ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനോരമ വാർത്തയാണ്, പ്രദീപ് പിള്ളയോ ജനം TV ഒന്നും എടുത്തിരിക്കുന്ന വാർത്തയല്ല. ആ വാർത്തയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ്. മനോരമ പറയുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കയ്യേറ്റ ഭൂമിയാണ്, എന്നാൽ താൽക്കാലികമായി കരമടയ്ക്കാൻ അവകാശം കൊടുത്തു. ആ കാശ് ഞങ്ങൾ വാങ്ങിവെക്കും, എന്നിട്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും. ഇരു മുന്നണികളും കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് വെറുതെ സംഘി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? ഇനി സംഘി എന്ന് വിളിച്ചെങ്കിൽ ദേശീയത പറയുന്നവർ, രാഷ്ട്രത്തിന് വേണ്ടി പറയുന്നവർ, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നവർ, ഭാരതമാണ് പ്രഥമം എന്ന് പറയുന്നവർ സംഘിയാണെങ്കിൽ അതൊരു അലങ്കാരമാണ്. ശ്രീ PM നിയാസ്, വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങ് പറഞ്ഞു ഇതിനകത്ത് BJP ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുവരെ അല്ലെങ്കിൽ ലീഗ് വളരെ മാലാകയാണ്, കോൺഗ്രസ് വളരെ മാലാകയാണ്, വഖഫ് ബോർഡ് അതിലും വലിയ മാലാകയാണ് എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അപ്പോൾ അങ്ങനെയല്ല, ലീഗിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് അങ്ങ് കേട്ടു, ഭരണപക്ഷിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടു. വഖഫ് ബോർഡ് അവിടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം നിയമസഭയ്ക്ക് ഉൾപ്പെടെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരേ ടോണിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്നും നമ്മൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് നിലപാടിനകത്ത് മയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ ഭയന്നിട്ട് മാത്രമാണ് എന്നുള്ള കാര്യം അങ്ങ് സമ്മതിക്കണം. അങ്ങ് സമ്മതിച്ചില്ലെങ്കിലും അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കുറെ കാലമായില്ലേ സാറേ ഈ പൂരം കലക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നാണാവുന്നില്ലേ നിങ്ങൾക്ക്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂട. നിങ്ങൾക്ക് ഈ നാട്ടിൽ കോടതിയും ബാക്കി സംവിധാനങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും പൂരം കലക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മാസമായില്ലേ? നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കോടതിയിൽ പോയിട്ട് നിങ്ങൾക്കത് പറഞ്ഞുകൂടെ? നിങ്ങൾക്കത് കാണിച്ചുകൂടെ? അതല്ല ഉദ്ദേശം.
ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തൂടെ? കോടതിയിലൊന്നും പോണ്ടാന്നേ, ഒരു ദിവസം മുഴുവൻ നിയമസഭ ചർച്ച ചെയ്തില്ലേ ഈ പറയുന്ന പൂരം കലക്കൽ വിഷയം? എന്തെങ്കിലും ഒരു സാധനം ഒന്ന് നിയമസഭയിൽ എടുത്തൊന്ന് പ്രസന്റ് ചെയ്തോടായിരുന്നു, ഇതാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തെളിവ് എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കൈപ്പത്തി ഉയർത്തി കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് നടക്കാതെ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് പറയൂന്നേ, അല്ലാന്നുണ്ടെങ്കിൽ ജനം നിങ്ങളെ നോക്കി പരിഹസിക്കും സാർ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.